ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മുന്തിരി കൊണ്ട് ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുകയാണ്. അതിനിതോ ഞാൻ കുറച്ച് മുന്തിരി എടുത്ത് നന്നാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകുന്നുണ്ട്. ഈ മുന്തിരിൻ്റെ മോള് ടൂറ് പോയപ്പോൾ നല്ല ഫ്രഷ് മുന്തിരി കൊണ്ടെത്തുന്നതാണ് പറക്കുന്നിടത്തുനിന്ന്. പക്ഷേ ഇതെന്നാലും ഞാനൊരു മഞ്ഞപ്പൊടി ഇട്ടാണ് കഴുകി എടുക്കുന്നത്. മരുന്നടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പറക്കുന്നിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിന് കളറ് കുറവാണ്. നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ വെള്ളം ഗ്യാസ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ആ മുന്തിരി കഴുകി വെച്ച മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയാണിത്. ഈ മുന്തിരി അതിനെക്കൊണ്ട് നല്ല കറുത്ത ബോള് മുന്തിരി ആയിരിക്കേണ്ടിയത്. ഇത് പറക്കുന്നിടത്തുനിന്ന് അതിനെക്കൊണ്ട് അധികമൊരു കളറില്ല, എന്നാലും ഫ്രഷ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇനി നമ്മൾ മുന്തിരി ഇതൊന്ന് തിളച്ച് നല്ലോണം തിളച്ച് പോകരുത്. നല്ല കൂടുതലായിട്ട് തിളച്ച് നമുക്കിത് ഇറന്നെടുക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഐസിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഐസിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഐസിലേക്ക് അത് കൂടുതൽ വെന്ത് പോകുന്നതിന് വേഗം മാറ്റുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഐസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം വെക്കണം. നല്ലോണം തണുപ്പ് മാറുന്ന വരെ കുറച്ച് സമയം അതിൽ വെക്കണം. ഒരു 10 മിനിറ്റോളം എന്തായാലും അതിൽ വെച്ചിട്ട് ആ തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നാക്കി വൃത്തിയാക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്നോലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതൊക്കെ ഞാൻ അതിലേക്ക് ഊറ്റിയിട്ടേക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വെള്ളം പാർന്നതിന് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇറന്നെടുക്കാം. ഈ ഐസും കട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് തീർന്നിട്ട് അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊക്കെ ഓരോന്നോരോന്നാക്കി ഇങ്ങനെ മിടിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രം ഞെക്കി എടുക്കുക. തോല് വേറെ വെക്കുക. ഞാനിതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ജെല്ല് ഞെക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ല കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും, നല്ല മുഴുപ്പും കിട്ടും. ഈ മുന്തിരിങ്ങയ്ക്ക് മുഴുപ്പ് കിട്ടൂല, വെള്ളം പോലെ ഇത് കിട്ടുക. ഞാൻ പിന്നെ ഇത് കൂടുതലായിട്ട് കുറച്ച് കിട്ടിയതിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഞാൻ കറുത്ത മുന്തിരി കിട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ ഈ മുന്തിരിയാണ് കിട്ടിയത്. ഇത് കുറച്ച് കൂടുതൽ മക്കളൊരു പെട്ടി തന്നെ ഇങ്ങ് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ഉണ്ടാക്കി നമുക്ക് നല്ലോണം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതെടുത്ത് വേഗം ഇതിൽ കുറച്ച് കോരിയിട്ട് അതിഥികൾ വന്നാലൊക്കെ നമുക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം. നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിൽ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ജ്യൂസിൽ അടിച്ച് ഇതിൽ പാർന്ന് കൊടുക്കാം. ഇനിതാ ഞാൻ പിഴിഞ്ഞെടുത്ത ചണ്ടികളെല്ലാം ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി നല്ലോണം ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. നല്ലോണം വേവിച്ചെടുക്കണം. നല്ലോണം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് തണിയുന്നവരെ കീച്ച് വെക്കുക. നല്ലോണം വെന്ത് വന്നിട്ട് തോലെന്ന് വെച്ചാൽ ഫ്രഷ് തോല് നമ്മൾ നല്ലോണം വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഒഴിവാക്കുന്നുണ്ട്. അല്ലാണ്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തണുപ്പ് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നാക്കി ഒന്ന് അടിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ആണ്ട. ഇത് പൊതുവേ തന്നെ ഇത് വെള്ളം പോലെ നിൽക്കും, മുഴുപ്പ് കിട്ടൂല ഇതിന്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഇത് ഞാൻ അടിച്ചെടുത്തിക്കണം. ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടും കൊണ്ട് അടിച്ചെടുത്തതാണ്. അതൊന്ന് അരിച്ചെടുക്കണം. അരിപ്പേര് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ചണ്ടിയൊന്നും വലിങ്ങനെ അരിച്ചെടുക്കാനില്ല പുഴുങ്ങിയത് കൊണ്ട്. എന്നാലും ഞാനതിലേക്ക് 2 സ്പൂണ് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ജെല്ല് 2 സ്പൂൺ ഐസും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ജെല്ലും കോരിയിട്ട് 2 സ്പൂണ് മുന്തിരിൻ്റെ ജെല്ലും കോരിയിട്ട് 2 സ്പൂൺ ഐസും ഇട്ടതിന് നമുക്ക് നന്നാക്കി ഇതൊന്ന് ഇളക്കി സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.